ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാവുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ കൊറോണ എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ തുണിയുടെ ടൈപ്പിലുള്ള ഒരു കവറാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അത് നല്ലതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ നിങ്ങൾ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു കവറിൽ നിന്ന് വെട്ടിയെടുത്തിരിക്കുന്ന ഒന്നാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അത് 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന വശത്തേക്ക് ആ 2 അറ്റവും ഒന്ന് മടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് 2 സൈഡും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാസ്ക് നമുക്ക് കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന 2 ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് തുന്നിയെടുത്ത് ആ സൈഡ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് സൈഡും നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുന്നിയെടുത്ത ആ ഒരു കവറ് നേരെ ഉള്ളിലോട്ട് മടക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ലെയർ മടക്ക് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മുട്ടുസൂചി എടുക്കുക. ആ മുട്ടുസൂചി വെച്ചിട്ട് 2 സൈഡും ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കുക. അല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും നമുക്ക് ആ ഒരു മടക്ക് തുന്നാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആ ഒരു മുകളിൽ ആ മടക്ക്, ഉള്ളിലോട്ടുള്ള ആ മടക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നടുക്ക് സൂചി വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുക. ഒരു പ്രാവശ്യം ഒന്ന് തുന്നിയെടുത്താൽ മതി, മുഴുവനായിട്ട് തുന്നണ്ട. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാവും നമ്മുടെ മുടിയിലിടുന്ന ഹെയർ ബാൻഡ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഹെയർ ബാൻഡ് എടുക്കുമ്പോൾ ഇച്ചിരി എലാസ്റ്റിക് അയഞ്ഞത് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടൊരു മാസ്കിൻ്റെ ബാൻഡാണ്. എൻ്റെ കയ്യിൽ ലൂസായിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനതിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ കവർ ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 or 2 ടൈം നമുക്ക് ഇത് മാസ്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതുണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് നോക്കിയെടുക്കുക. അത് നന്നായിട്ട് അയഞ്ഞതായിരിക്കണം. ഈ ഒരു ടൈപ്പ് ബാൻഡ് എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവി ഭയങ്കരമായിട്ട് വേദനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വള്ളി എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാവും. പാൻറ്റിലും പാവാടയിലൊക്കെ ഇടുന്നതാണ്. അതുപയോഗിച്ച് നമുക്ക് മാസ്ക് കെട്ടാനായിട്ട് ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്ത ഒന്നാണിത്. തുണി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ആ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ ഞാൻ ചെയ്തെടുത്ത ഒന്നാണിത്. ഇത് ഞാൻ മെഷീനിൽ തയ്ച്ചെടുത്തതാണ്. നിങ്ങൾക്ക് കൈകൊണ്ടായാലും ചെയ്യാം. പിന്നെ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഭംഗി വേണമെങ്കിൽ മാത്രം അതൊന്ന് 2 സൈഡ് അടിച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 വള്ളികൾ നമ്മൾ തുണി കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ഞാനത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മാസ്കിൻ്റെ ഉള്ളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഉപകാരപ്രദമാണ് എന്നറിഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളിലേക്ക് ഇത് എത്തിച്ചതാണ്. ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് ആ തുണി കഴുകിയതിന് ശേഷം വേറെ അടുത്ത നല്ലൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു തീമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.